ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സ്വാതന്ത്ര്യദിനം. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങളെ LSSന് അനുമോദിക്കാനുണ്ട്. അപ്പോൾ ആഗസ്റ്റ് 15-ാം തീയതിയാണ് അനുമോദിക്കുന്നത്. പക്ഷേ ഇങ്ങനെ വൈകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ LSSന് പഠിച്ചപ്പോൾ ഒരു കുട്ടിക്ക് LSS കിട്ടിയിട്ടില്ല. ഇനി അപ്പോൾ റിവാലുവേഷൻ കൊടുത്തപ്പോൾ അവൾക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് വൈകാൻ കാരണം. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴി. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴി. ഇവിടെ ഒരു ചെറിയ തോടുണ്ട്, കണ്ടോ. ഇനി എൻ്റെ ഒരു കൂട്ടുകാരത്തിയും കൂടി വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു റിവാലുവേഷൻ കൊടുത്തിട്ട് LSS കിട്ടിയായിരുന്ന കൂട്ടുകാരത്തി ഇവളാണ് കേട്ടോ, അവൾ. അപ്പോൾ ഞങ്ങളിതേ പോവുകയാണ്. അപ്പോൾ ഈ വഴി കൂടെ ഒക്കെ പോയിട്ട് പിന്നെ അവിടെ ഒരു അങ്ങാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ സ്കൂൾ കേട്ടോ. ഇവളുടെ അനിയനും അനിയത്തിയും പോന്നിക്കണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ വേറൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി പോയാൽ സ്കൂളെത്തും. അപ്പോൾ ഞങ്ങളിന്ന് സാധാരണ 4-ാം ക്ലാസ്സിൽ, ഞാൻ 5-ലാണ്, 4-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും നടന്നു പോകലാണ്. ഇപ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്, വേറെ സ്കൂളിലാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ പോന്നിട്ടില്ല. അനിയന് മടിയാണ്, TV കാണാൻ വേണ്ടിയിട്ട് പെരയിൽ തങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പോയാൽ ഞങ്ങൾ സ്കൂളെത്തും. ഞാൻ 6 കൊല്ലം ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. LKG മുതൽ 4-ാം ക്ലാസ് വരെ ഞാൻ നടന്നാണ് പോയിരുന്നത് എൻ്റെ കൂട്ടുകാരത്തികളൊപ്പൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ 5-ാം ക്ലാസ്സിലെത്തിയ വേറെ സ്കൂൾക്ക് പോയിക്കണേ. അപ്പോൾ അവിടെ ആ സ്കൂൾക്ക് കുറച്ച് പോകാൻ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോവുക. അപ്പോൾ കാഴ്ചകളൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെറിയ വെള്ളം വന്നുകൊണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കാണാം. ഇവിടെ കണ്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ സ്കൂൾ കേട്ടോ, കണ്ടോ. ഞാൻ ആദ്യം പഠിച്ച സ്കൂളാണ് കേട്ടോ, കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ അടുത്തൊരു പീടിയുണ്ട്, കണ്ടോ. അപ്പം ഞങ്ങൾ സ്കൂളിലെത്തി. മഴ ആയതുകൊണ്ട് കുറച്ച് വൈകി എത്തിയതാണ്, അതുകൊണ്ട് കൊടിയൊക്കെ ഉയർത്തി. പിന്നെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ, എനിക്ക് LSS കിട്ടിയതല്ല, അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നതാണ്. നിങ്ങളുടെ ഒരു സമ്മാനം ആയിക്കോട്ടെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് നിങ്ങൾ കാണാം. കുറേ ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച് കുറച്ച് കുട്ടികൾക്ക് LSS കിട്ടിയതാണ്, ഓൽക്കൊക്കെയാണ്. JRC എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ടീച്ചർമാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾക്ക് വിളിച്ച് അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതും എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ HM ഉണ്ട്. പിന്നെ എന്നെ മുന്നേ പഠിപ്പിച്ച ടീച്ചർമാർ ഒക്കെ ഉണ്ട് കേട്ടോ. LKG മുതൽ കുറേ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അവരുടെ ഉമ്മമാരും ടീച്ചർമാരും ഒക്കെ വെച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് LSS ഒക്കെ കിട്ടിയത്. ശനിയാഴ്ചകളിലൊക്കെ വന്നിട്ട് ആണ് ഞങ്ങൾക്ക് LSSന് ശനിയാഴ്ച ഒക്കെ ക്ലാസ് ഉണ്ടാവും. മറ്റു കുട്ടികളൊന്നും ശനിയാഴ്ചയൊക്കെ കളിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ കുട്ടികളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എനിക്ക് കിട്ടാനും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൾ ലൈബ്രറിയിലേക്ക് സ്കൂൾ ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം നൽകിയിട്ടുണ്ട് കേട്ടോ. അതും ലൈബ്രറിയിലേക്ക് നൽകിയത് അതൊരു നല്ല കാര്യമാണ്. ബർത്ത്ഡേ ആയിട്ട് ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനമാണ്, അന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ലഡു വിതരണമൊക്കെ ചെയ്തിട്ടോ. എല്ലാവർക്കും ലഡുവും കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആശംസിക്കുകയാണ്. അപ്പോൾ ലഡു വിതരണമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് സമ്മാനം കിട്ടുന്നത് എൻ്റെ ഉമ്മയുണ്ട് കേട്ടോ. എനിക്ക് സമ്മാനം കിട്ടി. 2 ട്രോഫിയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഒന്ന് ചില്ലിൻ്റെയും ഒന്ന് സാധാ മറ്റേ ട്രോഫിയുമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ലഡു വിതരണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും താഴത്തേക്ക് ഇപ്പോൾ പോവുകയാണ് കേട്ടോ. ഡാൻസൊക്കെ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ താഴത്തേക്ക് പോവുകയാണ്.
പിന്നെ എന്നെ ആദ്യം പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അത് പോയതായിരുന്നു. അപ്പോൾ അതിനും കണ്ടു. പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ നിർത്തി ട്രോഫിയൊക്കെ പിടിച്ച് ഫോട്ടോ എടുപ്പിച്ചായിരുന്നു കേട്ടോ. ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുത്തു. പിന്നെ ഇമ്മാരൊപ്പം ഫോട്ടോ എടുത്തു, ടീച്ചർമാരൊപ്പം ഒക്കെ എടുപ്പിച്ചു കേട്ടോ. പിന്നെ ഡാൻസ് പരിപാടി തുടങ്ങാനായി അപ്പോൾ ഞങ്ങൾ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം പോയത്. നല്ല പെരുമഴയായിരുന്നു, അതുകൊണ്ട് അധികം പരിപാടിയൊന്നും നടത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ട്. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്, ഇവിടെ അവസാന ഏറ്റവും വലിയ ക്ലാസ്സായ 4ാം ക്ലാസ്സിക്ക് എന്ന് പോകാമെന്ന് വിചാരിച്ചു. പഴയ ഓർമ്മകളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചതാണ്. അപ്പം അപ്പുറത്തെ സൈഡിലാണ് 2 ബ്ലോക്കാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ബ്ലോക്കിലായിരുന്നു ഞാൻ 4ാം ക്ലാസ് പഠിച്ചത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാൻ എനിക്കൊരിത് പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ 4ാം ക്ലാസ് പഠിച്ചപ്പോൾ LSSന് ശനിയാഴ്ചയൊക്കെ വണ്ടിമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ 4ാം ക്ലാസ്സിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതെ ആണോ, സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് വണ്ടിമ അലങ്കരിച്ചൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. അതെ, ഈ വഴി കൂടെ പോയിട്ടാണ് നമ്മുടെ ആ 2ാമത്തെ ബ്ലോക്ക് സ്കൂൾ ഞാൻ കാണിച്ചു തരാം. അതെ, ഞങ്ങളെന്നും പോകുമ്പോൾ ഇതാ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവും. ഇവിടെ ഒരു റബ്ബർ തോട്ടമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടേക്ക് കളിച്ചാൻ വരലൊക്കെ ഉണ്ട് കേട്ടോ. അതാ അപ്പോൾ അതെ മഴ നല്ലോണം ഉണ്ട്, അതുകൊണ്ട് അധികമൊന്നും നിൽക്കാൻ പറ്റില്ല. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ആ പച്ച കളറുമായിട്ട് സ്കൂളാണ് എൻ്റെത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട്. ഇതാ ഇപ്പം നടന്ന് പോയി എത്താനയക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ 2ാമത്തെ ബ്ലോക്കായ സ്കൂൾ. അപ്പോൾ ഞാൻ ആദ്യം മേലെ ആയിരുന്നു കേട്ടോ, പക്ഷേ LSSന് മാറ്റിയിരുത്തിയോണ്ട് താഴെയാണ് ഇപ്പോൾ ഞാൻ 5ലെത്തി. അപ്പോൾ ഇതേ പ്ലാസ്റ്റിക് മുക്ത വിദ്യാലയമൊക്കെ എഴുതിക്കൊണ്ട് ഇതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ബൈ.